രാമകൃഷ്ണൻ നായരുടെ വീടല്ലേ ഇത്? രാമകൃഷ്ണൻ നായരുടെ വീടല്ല, പക്ഷേ രാമകൃഷ്ണൻ നായർ ഇവിടെ ഉണ്ട്. ആരാ മനസ്സിലായില്ലല്ലോ? എവിടുന്നാ? ഞാൻ സുനിൽകുമാറിന്റെ ബീഡരാ. സുനിൽകുമാറിന്റെ ബീഡര് ഭാര്യ. ആഞ്ജനേയ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? ഇനി കൊച്ചേ, അതെങ്ങനെ ശരിയാവും? രാമകൃഷ്ണൻ നായരെന്ന് പറഞ്ഞ എന്റെ മോന്റെ ഭാര്യ സരസമെടാങ്ങള. അവന്റെ മോനാ സുനിൽകുമാർ. സുനിൽ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്റെ മോന്റെ മോളെ. പിന്നെ നീ എങ്ങനെ അവന്റെ ഭാര്യയാവും? നിങ്ങൾ സുനിൽകുമാറിനെ ഒന്ന് വിളിക്ക്, അപ്പൊ കാര്യം അറിയാം. അറിയാം അറിയാം. ദൈവമേ, വനജ എങ്ങാനിതറിഞ്ഞ അവളെ എങ്ങനെ സഹിക്കും? ആഞ്ജനേയ, നീ എന്റെ കൊച്ചുങ്ങളെ കാത്തോണ്ടേ. ദേ, സുനിൽകുമാർ ഇവിടെ ഇല്ല. എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. നീ തൽക്കാലം പോ, അവൻ വന്നാ അറിയിക്കാം. രാമകൃഷ്ണൻ നായരെങ്കിലും ഒന്ന് വിളിക്ക്, ഞാൻ കാര്യം പറഞ്ഞിട്ട് പോയിക്കോളാം. ഇപ്പൊ ആരെയും കാണാൻ നിക്കണ്ട, നീ ചെല്ല്. രാമകൃഷ്ണൻ ഇപ്പൊ ഇവിടെ ഇല്ല. ആരാ? ഇവിടെ ഉള്ളവരല്ലോ. എന്താ കാര്യം? കൊച്ചാട്ടനകത്തിരിപ്പുണ്ട്, വിളിക്കണോ? സരസമേ, നീ ഞാൻ പറയുന്നത് കേക്ക്. നിങ്ങൾ മിണ്ടായിരിക്കും. കൊച്ചാട്ടനെ കാണാൻ വന്നവരെ പറഞ്ഞുവിടാൻ നിങ്ങൾക്ക് എന്താ കാര്യം? നിങ്ങൾ എവിടുന്നാ? ഇവളുടെ ബാപ്പയെ കാണാൻ വന്നതാ, ഒന്ന് വിളിക്ക്. ഇവളുടെ ബാപ്പയോ? അയാളെങ്ങനെ ഇവിടെ വരുന്നേ? നിനക്കെന്താ വീട് തെറ്റിയോ? അവക്ക് വീട് തെറ്റിയിട്ടൊന്നുമില്ല. ഇവള് സുനിൽകുമാറിന്റെ ഭാര്യ. സുനിൽകുമാറിനെ നിനക്ക് അറിഞ്ഞൂടായോ? നിന്റെ സുനി, ഓ എന്തൊരു തേനും ചക്കരയായിരുന്നു. ദാ നിൽക്കുന്നു, വിളിച്ചകത്ത് കൊണ്ടുപോ. ദേ, നിന്റെ അനന്തരവന്റെ കൊച്ച. അപ്പൊ പിന്നെ നീ അമ്മുമ്മയാ? മോളെ, ഇതാണ് നിന്റെ അമ്മുമ്മ അല്ലല്ലോ. നിങ്ങളുടെ മതത്തിൽ എന്താ കൊച്ചേ പറയുന്നത്? ഉമ്മുമ്മ. ഇതാണ് നിന്റെ ഉമ്മുമ്മ. നിങ്ങൾ മിണ്ടായിരിക്കുന്നല്ലേ. ഓരോരുത്തർ എന്തെങ്കിലും പറഞ്ഞോണ്ട് കേറി വന്ന അവരുടനെ താളത്തിന് തുള്ളാനായിട്ട്. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്റെ പിള്ളേരോട് അസൂയ, എനിക്കറിയാം. കൊച്ചേ, നീ കാര്യം പറ. നിങ്ങൾ രാമകൃഷ്ണൻ നായരെ ഒന്ന് വിളിക്ക്. കൊച്ചേട്ടാ, കൊച്ചേട്ടനൊന്ന് ഓടി വന്നേ. ദേ, ഒരു പെണ്ണ് കൊച്ചേട്ടനെ കാണാൻ വന്നിരിക്കുന്നു. ആരാ ആരാ? എന്താ കാര്യം? മാമ, എന്നെ രക്ഷിക്കണം, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. മാമനോ? നീ ഏതാ? എന്താ കാര്യം? അവരുടെ മതത്തില് ഭർത്താവിന്റെ അച്ഛനെ മാമാന്നാ വിളിക്കുന്നത്. വിളി കേക്കടാ രാമകൃഷ്ണ. കൊച്ചേട്ടാ, ഇവിടെ പറയുന്നത് സുനിയുടെ ഭാര്യയാന്ന. ഈ കൊച്ചു അവന്റേതാന്ന്. എന്നിട്ട് നീ അത് കേട്ടോണ്ട് ഇവിടെ നിന്നോ? എടി, നിന്നോട് ആര് പറഞ്ഞു ഈ നട്ടാക്കുരുക്കാത്ത നുണ? മാമ, അല്ലാണ് ഞാൻ സുനിൽകുമാറിന്റെ വീടരാ. ഇത് ഞങ്ങളുടെ മോള. എനിക്കൊന്നും കേക്കണ്ട, എനിക്ക് പോടി ഇവിടെ. ആര് പറഞ്ഞടി സരസമ്മേ ഇവളെയൊക്കെ വിളിച്ച് വീട്ടിലേക്ക് കയറ്റാൻ? കള്ളക്കഥകളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. മാമ, അല്ലാണ് നമ്മളെ വിശ്വസിക്കണം. നിങ്ങൾ ഇറക്കി വിട്ട നമ്മളിവിടെ കിടന്ന് ചാവും. ഇങ്ങടെ വീട്ടഡ്രസ്സാ തന്നത്. ഞങ്ങൾ ആദ്യം അവിടെ പോയത്. അപ്പോഴാ വീട് ജപ്തിയായെന്നും ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞത്. അതെങ്ങനെ നടക്കും പെണ്ണേ? എന്റെ മോനൊരു ഹിന്ദു, നീ ഒരു നാലാം വേദക്കാരി. മാമ, ഞാൻ പറയണതൊന്ന് വിശ്വസിക്കണം. എന്റെ ഇക്കാക്കാടെ കൂടെ ജോലി ചെയ്തിരുന്നതാ സുനിൽകുമാർ. ഒരു തവണ ഞങ്ങളുടെ വീട്ടിൽ വന്നു, എന്നെ കണ്ട് ഞങ്ങൾ ഇഷ്ടത്തിലായി. അപ്പോഴവര് പൊന്നാനിപ്പോയി തൊപ്പിയിട്ട് ഷംസുദ്ദീൻ എന്ന് പേരും മാറ്റി. ഞാനീ പറയണതെല്ലാം സത്യാണ്. കേട്ടോടാ വിഷ്ണു, നിന്റെ പുന്നാര അളിയന്റെ കഥകള്. അവൻ മതം മാറി ഈ സ്ത്രീയെ കല്യാണം കഴിച്ചു, ഒരു കൊച്ചുമായി. ഞാനിത് വിശ്വസിക്കത്തില്ല, ഒരിക്കലും വിശ്വസിക്കത്തില്ല. ഇതേതോ ശത്രുക്കൾ ഉണ്ടാക്കിയ കള്ളക്കഥയാ. ഇറങ്ങി പോടി എവിടെന്ന്. ഷംസിക്ക വേറെയും നിക്കാഹ് കഴിച്ചിട്ടുണ്ട്.
അത് നമ്മൾ പിന്നാണ് അറിഞ്ഞത്. എടാ മിടുക്ക, ഏതായാലും അവൻ ഇവിടെ ഇല്ല. നിങ്ങൾ പോ. അവൻ വരുമ്പോ അങ്ങോട്ട് പറഞ്ഞു വിടാം. മാമ, നിങ്ങൾ നമ്മളെ കൈവിടരുത്. ഇതിനെ വളർത്താൻ എനിക്ക് വേറെ മാർഗമില്ല. ഇവിടെയുണ്ട് കൊച്ചെ ഒരു പെണ്ണും 10 വയസ്സുള്ള ഒരു ചെറുക്കനും. അവർക്കും വേറെ മാർഗമില്ല. ഇതൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ടായിരുന്നോ കല്യാണം? ആ, ഏതായാലും നീ പോ. സരസമ്മേ, നീ എന്തോ പറയുന്നടി? അയ്യോ, ഞാനിത് എങ്ങനെ സഹിക്കും? എനിക്കിതൊന്നും കാണാൻ വയ്യേ. ആ, എന്നാ പിന്നെ മോള് ചെല്ല്. ആ, മേലില് ഈ പടി ചവിട്ടരുത്. അത് ഞാൻ പറഞ്ഞേക്കാം. മാമ, ഞങ്ങക്ക് ചെലവിന് വകയില്ല. ഇങ്ങടെ മോൻ ഗൾഫിൽ നിന്ന് അയച്ചിരുന്ന കുറച്ച് എനിക്കും തരണം. ഈ കൊച്ചിന് കൊടുക്കാൻ. അങ്ങോട്ട് കയറി എടുത്തോണ്ട് പോടി. ഗൾഫിൽ നിന്ന് അയച്ചത്. ദൈവമേ, എന്റെ കുഞ്ഞിന്റെ കെട്ടുനാല് നീ പറച്ചല്ലോ. അവളിനി എങ്ങനെ ജീവിക്കും? സുനിൽ 1-2 കേസുകൾ പ്രതിയായി ഒളിവില. ഞങ്ങൾക്ക് അവനെ കുറിച്ച് ഒരു അറിവുമില്ല. ഇത് സത്യം. ഞങ്ങൾക്ക് ജീവിക്കാൻ ഇനിയൊന്നുമില്ല. ആകെ ഉണ്ടായിരുന്ന അരപ്പവന്റെ മാല ഇന്നലെ വിറ്റിട്ടാ ഇവക്ക് മരുന്ന് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടത്. മോളെ, നമ്മളിത് എങ്ങനെ സഹിക്കോടി? അമ്മ മിണ്ടാതെ നിൽക്ക്. ഇങ്ങളാരാ? നിങ്ങളെപ്പോലെ വേറൊരുത്തി, അത്രേ ഉള്ളൂ. കഥയൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. ഇത്രയും ദിവസം എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോഴത് മാറി. നിങ്ങളുടെ കാര്യോർത്ത് വിഷമമുണ്ട്. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഭർത്താവ് തന്നാന്ന് പറഞ്ഞ് എനിക്ക് തരാൻ ഇതേ ഉള്ളൂ. മുക്കുമാലയാ. എന്നാലും കണ്ട സ്വർണ്ണാണെന്ന് തോന്നും. കഴുത്തിലിടാം. സരസമ്മേ, ഇവർക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കണ്ടേ? അത്രയും ദൂരത്തുനിന്ന് വന്നിരിക്കയല്ലേ. ഒന്നുമില്ലെങ്കിലും നിന്റെ ശേഷക്കാരന്റെ ബീഡരല്ലേ, വിളിച്ചു വല്ലതും കൊടുക്ക്. ദേ തള്ളേ, ശവത്തെ കുത്തുന്ന നിങ്ങളുടെ സ്വഭാവം ഉണ്ടല്ലോ. നിക്ക്. ദാ, ഇത് വഴിച്ചെലവിനിരിക്കട്ടെ. മറ്റൊരു രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല. ആ ദ്രോഹി എന്റെ പെങ്ങളെ വഞ്ചിച്ചു, നിങ്ങളെയും വഞ്ചിച്ചു. ഇനി അവൻ ക്രിസ്തു മതത്തിൽ ചേർന്ന് ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കൂടെ കെട്ടിക്കാണോന്നൊരു സംശയം. എങ്കിൽ അധികം വൈകാതെ ഒരു കൊച്ചിനെയും കൈ പിടിച്ച് ഒരു ഗ്രേസിയോ ഒരു ത്രേസിയോ മറ്റോ ഇതുപോലെ കയറി വരും. എന്റെ ആഞ്ജനേയാ. നിങ്ങൾ എവിടുത്തുകാരാന്നാ പറഞ്ഞത്? പൊന്നാനി. ആ, സുനി മതം മാറിയപ്പോ ഇട്ട പേരെന്താ? ഷംസുദ്ദീൻ. ഓ, നിന്റെ പേരെന്താ? നബീസ. ഓ, ഷോ, സുനിയുടെ നല്ല ഛായയുണ്ട്. നിങ്ങളാരാ? നിന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയുടെ ചേച്ചി. ഞങ്ങൾ പോട്ടെ. ആ, ഷോ, പാവം. ഷോ, എടാ സാമദ്രോഹി, നീ ഇത്രയും വലിയ ചതിയനാണെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. ഹലോ അങ്കിൾ, ഇരിക്ക്. ഞങ്ങളുടെ കൂടെ കൂടുന്നോ? ഒരു സ്മോൾ അടിക്കാം. വേണ്ട മക്കളെ, അവിടെ നിന്നിട്ട് വലിയ ബഹളം, വായിക്കാൻ പറ്റുന്നില്ല. അങ്കിൾ സ്റ്റുഡന്റ് ആണോ? പരീക്ഷ സമയമാണോ? എടാ പാവം, അമ്മാവൻ പരീക്ഷയ്ക്ക് പഠിക്കുന്നതാ. വയോജന വിദ്യാഭ്യാസമാ. വാരണ്ട പിള്ളാരെ, ഞാൻ അപ്പുറത്തെ പോർഷനിലെ താമസക്കാരനാ. പരീക്ഷയില്ലെങ്കിലും
എന്തെങ്കിലുമൊക്കെ അക്ഷരം വായിക്കുന്ന ശീലമുണ്ട്, അതുകൊണ്ടാ. ഏതായാലും ശബ്ദം അല്പം കുറച്ചാ ഉപകാരം. അങ്കിള് ധൈര്യമായിട്ട് പോ, ഞങ്ങളെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. ഡാ, ശബ്ദിച്ചു പോരുത്. അങ്കിളിന് പഠിക്കാനുള്ളതാ. സ്മോൾ അടിച്ചിട്ടോടെ മിണ്ടായിരുന്നോണം. വളരെ ഉപകാരം. സർ, അവർ പ്രശ്നം ഉണ്ടാക്കുന്നു. വന്ന് എന്തെങ്കിലും ഒന്ന് പറയണം. ഞാൻ എന്ത് പറയാനാ ദിവാര? എന്തേലും ഒരു സമയം, ഒരാഴ്ചയെന്നോ 2 ആഴ്ചയെന്നോ ഏതെങ്കിലും രീതിയിൽ അവർ പറഞ്ഞേക്കണം സർ. എടോ പൈസ വെക്കടോ. എല്ലാം അടിച്ചു മാറ്റിയിട്ട് നിൽക്കുന്ന കണ്ടില്ലേ? ചിട്ടി വെട്ടവരുതിയായി, എന്നിട്ട് പൈസ ഇല്ല. നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. എന്റെ കമ്പനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ പൈസയൊക്കെ ഇവിടെ സുരക്ഷിതമാണ്. എന്നാ പിന്നെ എടുക്കടോ. ചിട്ടിക്കാശ ഞങ്ങൾ അടച്ച പണോ ചോദിക്കുന്നത്? തരാം. ഒരാഴ്ച സമയം വേണം. അതങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതി. മരിച്ചുപോയ എൻ്റെ അച്ഛൻ രവീന്ദ്രനാഥിന്റെ പേരിൽ ഞാൻ പറയുന്നു. 25-ാം തീയതി നിങ്ങളുടെ പൈസ കിട്ടിയിരിക്കും. ഇതേത് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും വന്ന് പറയാൻ ഞാൻ തയ്യാറാ. ഞാൻ ഈ കമ്പനി നടത്താൻ തുടങ്ങിയിട്ടെ 12 വർഷമായി. പൈസയും കൊണ്ട് മുങ്ങാനായിരുന്നെങ്കിൽ എനിക്ക് 12 വർഷം കാത്തിരിക്കണം. അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, 2 ആഴ്ച കാത്തിരിക്കണം, അതിനകത്ത് പണം തരും. വയ്ക്കോ, പോകാനല്ലേ പറഞ്ഞത്? 25-ാം തീയതി വരെ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ മോനെ, അനുഭവമാണ് പാഠം. വിഷമിക്കാതിരിക്കുക. എങ്ങനെ വിഷമിക്കാതിരിക്കും? 2 ആഴ്ചത്തെ സമയം പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് ഇവരുടെയൊക്കെ പേയ്മെന്റ് ഞാൻ എങ്ങനെ കൊടുക്കും? ഉള്ള സ്വത്തുക്കൾ വിറ്റുകൊടുക്കും. പ്രമോദാണ് യമുനയുടെ സ്വത്ത്, അല്ലാതെ ഈ വീടല്ല. നിനക്ക് മനസ്സിലായോ മോളെ? ശരിക്കും പട്ടാളക്കാരനായിരുന്നോ? അതെ, 18 വയസ്സ് മുതൽ 15 കൊല്ലം പട്ടാളത്തിലായിരുന്നു. അപ്പൊ വലിയച്ഛന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നോ? പിന്നില്ലേ, നമ്മുടെ സിനിമയെ കാണുന്ന കളിത്തോക്കൊന്നുമല്ല, നല്ല 1-ാം തരം തോക്ക്. വലിയച്ഛൻ ആ തോക്ക് വെച്ച് ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? കൊന്നിട്ടില്ല. എന്താ, വലിയച്ഛൻ യുദ്ധത്തിനൊന്നും പോയില്ലേ? യുദ്ധത്തിന് പോയി, പക്ഷെ യുദ്ധം ചെയ്തില്ല. അതെന്താ? യുദ്ധത്തിന് പോവാൻ തയ്യാറായ സമയത്ത് വലിയച്ഛനൊരു ഉഗ്രം പനി വന്നു. അത് ടൈഫോയിഡ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബറ്റാലിയനിലെ ക്യാപ്റ്റൻ പറഞ്ഞു, മിസ്റ്റർ ഉത്തമൻ നായർ, യു ഡോണ്ട് കം ഫോർ വാർ. ടൈഫോയിഡ് കഴിഞ്ഞ് ഞാൻ ക്വാർട്ടേഴ്സിൽ തിരിച്ചു വന്നപ്പോഴേക്കും യുദ്ധം തീർന്നുപോയി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സന്ധി ചെയ്തു. അങ്ങനെ വലിയച്ഛൻ രക്ഷപ്പെട്ടു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? കണ്ടാൽ അറിഞ്ഞൂടെ, വലിയച്ഛനെ കൊണ്ട് ആരെയും കൊല്ലാനൊന്നും പറ്റത്തില്ല. വലിയച്ഛനൊരു പാവമല്ലേ. യുദ്ധത്തിന് പോയിരുന്നേ പാകിസ്ഥാൻകാര് വലിയച്ഛനെ കൊന്നേനെ. പോകാത്ത ഏതായാലും നന്നായി.
അതുകൊണ്ടല്ലേ വലിയച്ഛനിപ്പോ എൻ്റെ അടുത്തിരിക്കുന്നത്. എനിക്ക് കഥ പറഞ്ഞിരുന്നു, പാട്ട് പാടിത്തരുന്നു. ആ അപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ഏത് പാട്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്? പാറ പൊട്ടിക്കുമ്പോ പാടുന്ന പാട്ട്. ആ അത് തന്നെ, പാറ പൊട്ടിക്കണ പാട്ട്. പാറ കിട്ടടി ബെള്ള കിട്ടടി ഏലേലങ്കായേലേലം. പാട്. പാറ കിട്ടടി ബെള്ള കിട്ടടി ഏലേലങ്കായേലേലം. തൊപ്പനാളുകളൊപ്പരം കൂടി കപ്പാരക്കെടിയേലേലം. തൊപ്പനാളുകളൊപ്പരം കൂടി കപ്പാരക്കെടിയേലേലം. പാറക്കണ്ണിൽ പാരക്കൊക്കിട്ട് പാറക്കിട്ടടിയേലേലം. പാറക്കണ്ണിൽ പാരക്കൊക്കിട്ട് പാറക്കിട്ടടിയേലേലം. ഞെട്ടട്ടെ പറ പൊട്ടട്ടെ പറ പൊളിയട്ടെ പറയേലേലം. ഞെട്ടട്ടെ പറ പൊട്ടട്ടെ പറ പൊളിയട്ടെ പറയേലേലം. പാറ പൊളിഞ്ഞിട്ട് പാറക്കണ്ണില് തണ്ണി കാണട്ടെ ഏലേലം. തണ്ണി എടുത്തിട്ട് കുഞ്ഞി മക്കള് കഞ്ഞി വെക്കട്ടെ ഏലേലം. കഞ്ഞി കുടിച്ചിട്ട് കുഞ്ഞി മക്കള് പയ്യകറ്റട്ടെ ഏലേലം. പയ്യകറ്റിട്ട് കുഞ്ഞി മക്കള് പെറ്റുകൂട്ടട്ടെ ഏലേലം. കൊള്ളാം. പയ്യ കെട്ടിട്ടെന്ന് പറഞ്ഞാല്? പയ്യെന്ന് പറഞ്ഞാൽ പശി, പശി എന്ന് പറഞ്ഞാൽ വിശപ്പ്. കഞ്ഞി കുടിച്ചിട്ട് വിശപ്പൊക്കെ മാറട്ടേന്ന്. പിന്നെ പെറ്റുകൂട്ടട്ടെ എന്ന് പറഞ്ഞാൽ പെറ്റുകൂട്ടട്ടെ തന്നെ, ഒരുപാട് മക്കളുണ്ടാവട്ടെ എന്ന്. ഒരുപാട് മക്കളോ? അപ്പൊ ഫാമിലി പ്ലാനിങ്? ഫാമിലി പ്ലാനിങ്ങോ? അന്ന് ഫാമിലി പ്ലാനിങ് ഒന്നുമില്ല. ഒരുപാട് മക്കൾ ഉണ്ടാവുന്നതാ സൗഭാഗ്യം.